അപ്പോൾ ഇന്ന് ഞങ്ങൾ ഊട്ടി പോയി. അപ്പോൾ ഊട്ടിയിൽ പോയപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പോയതാട്ടോ. കാരണം ഫെസ്റ്റിവലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോണ ഇടയിൽ നമ്മുടെ ഹൃതിക്ക് ഒരു അപ്പൂപ്പത്താടീനെ കിട്ടി. യൂഷ്വൽ അത് പോയിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമമായി എൻ്റെ കുട്ടിക്ക്. ആ ഒരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഊട്ടി പറയുമ്പോൾ ഒരു കാടാണ് കേട്ടോ. നിങ്ങൾ ഊട്ടി മറ്റേ ഊട്ടിന്ന് വിചാരിക്കരുത്. ഇത് അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് ഊട്ടി. അപ്പോൾ അത്യാവശ്യം കാടും കാര്യങ്ങളാണ്. ഒറ്റയ്ക്കാകുമ്പോൾ പേടിയാവും. പക്ഷേ എൻ്റെ കൂടെ മൂന്നെണ്ണമുള്ള കാരണം അങ്ങനെ പേടിയൊന്നുമായില്ല. പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ എപ്പോഴെപ്പോൾ വരാറൊന്നുമില്ല, ഇടക്കും നിലക്കൊക്കെ വരാറുണ്ട്. രസമാണ് അവിടെ. അപ്പോൾ ഇതാണ് സ്ഥലം. ഈ സ്ഥലം ഭയങ്കര എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കാറ്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്ഥലം കണ്ടു. ഈ സ്ഥലം എന്താണെന്ന് അറിയില്ല, പക്ഷേ വീണ അങ്ങനെ മരിച്ചു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഹൃദ്യ മാളവികയുടെയും ശ്രീയുടെ ഫോട്ടോസൊക്കെ എടുക്കാണ് സൺ കിസർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നടന്നില്ല, സ്വാഭാവികം. അത് കഴിഞ്ഞിട്ട് ഒരു പുളി കിട്ടി. അപ്പോൾ പുളി കാണിച്ച് കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞിട്ട് ഹൃദ്യ പറഞ്ഞു അവിടെ എന്തോ കുറേ ലെറ്റർ എടുക്കുന്നുണ്ട്, അത് ലവ് ലെറ്റർ അവിടെ വേഗം വായിക്കാൻ പറഞ്ഞു. പക്ഷേ അത് ലവ് ലെറ്റർ ആയിരുന്നില്ല സുഹൃത്തുക്കളെ. അത് ആരോ നോട്ട് എഴുതിയിട്ട് അവിടെ പേപ്പർ വെച്ച് പോയിക്കുകയാണ്. അതിനാണ് അവൾ ലവ് ലെറ്റർ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ഹിഡൻ സ്പോട്ട് കണ്ടു. ഹിഡൻ സ്പോട്ട് എന്ന് പറയാനൊന്നും പറ്റില്ല, ഒരു പാടം അതാ തോന്നുന്നു. ചെറിയ പാടം തന്നെയാണ് തോന്നുന്നു, അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ മരം കണ്ടു. ഈ മരം ഇങ്ങനെ ആട്ടിയത് ആടും, കണ്ടില്ലേ? ഇതൊക്കെയാണ് അവിടുത്തെ വൈബ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചുറ്റുപാടും നോക്കി. നല്ല രസമല്ലേ? ഇതൊക്കെ ഭയങ്കര രസമുള്ളതാട്ടോ. ഇവിടെ കഴിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. ഇത് കണ്ട ഞങ്ങൾ പാമ്പല്ല, വേറെ എന്തോ ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് മാളവിയും ഹൃദയം കൂടിയിട്ട് എന്തൊക്കെയോ സൺ കിസറ പറഞ്ഞിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. കുറച്ച് നേരമൊക്കെ ഇരുന്ന് എടുത്തേന്ന് ഞാൻ അവളെ മുഖം കാണിക്കില്ല കേട്ടോ. അവർ മുഖം കാണിയത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹൃദയം കാണിക്കില്ല ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച മരത്തുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. കുടുംബശ്രീ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതിന് ഭാവന വിളിച്ചിട്ട് പറഞ്ഞു, എടി മിസ് വന്നു വായോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി പഠിക്കാനൊക്കെ പോകണം. ഇത് എന്തോ ഒരു സാധനമാണ് അവിടെ എടുത്തതാട്ടോ. അവിടെ നിന്ന് എന്താണെന്ന് അറിയില്ല. അതാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്ന വഴി. അപ്പോൾ ക്ലാസ്സിലെത്തി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇന്ന് പഠിക്കട്ടെ. അപ്പോൾ ബൈ.